സന്തോഷം, സ്വന്തമായൊരു വീട്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് നമ്മൾ സംസാരിക്കുന്നത്. പാപ്പിമോളെ ചായയൊക്കെ കുടിച്ചോ? പാപ്പി എന്താ ചോദിക്കേ? രാവിലെ നേരത്തെ പാപ്പി ഹലോ ഹായ്. രാവിലെ ഇപ്പൊ എപ്പോഴാണ് എണീക്കുന്നത് മോള്? 10 മണി. ഉറങ്ങുമ്പോ 12 സമയവും എണീക്കുമ്പോ അതുപോലെ അതിന്റെ ആളാണ് നമ്മളെ കട്ടുമ്പോ എണ്ണയൊക്കെ തട്ടി കൊടുക്കും. ഇന്നിപ്പോ രാവിലെ തന്നെ തുടങ്ങിയില്ലേ? 5:30 മറ്റേ ഫോമൊക്കെ ചെയ്ത് എത്ര നാളത്തെ ഒരു സ്വപ്നമായിരുന്നു ഈ വീട്? പറഞ്ഞാൽ ഞങ്ങള് പറഞ്ഞ അവര് 12 വർഷം 16 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇവിടെ പ്രസവിച്ചപ്പോ അങ്ങനെ വീട്ടിന്റെ ഒരു ഇതൊന്നും തോന്നിയില്ല. ഇവിടെ വന്ന ശേഷം നമുക്കൊരു വീട്, അതൊരു സ്വപ്നമായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ആയില്ലേ, പിന്നെ ഇവിടെ പിന്നാലെ ഓട്ടമായി. ഇവിടെ ഒരു 12ാമത്തെ വയസ്സിലാണ് വീടുന്ന സ്വപ്നം ഇതായത്. പിന്നെ ഇത് പറഞ്ഞാൽ വേണ്ടി ഇവര് വന്നിട്ട് ചാലക്കുടി 3 ദിവസമായിട്ടില്ല സംഭവം. ഇവിടെ വന്നിട്ട് ആദ്യം 8 ദിവസം വന്നിരിക്കുന്നത് നമ്മുടെ മറ്റേ തറവാടുണ്ട്, അവിടെ പറഞ്ഞാൽ ഷെഡ് സംഭവം. പിന്നെ തറവാട്ടില് മറ്റേ അമ്മയെ ഏട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നോക്കുന്ന സമയത്ത് നമ്മള് പറയുമ്പോൾ ഇരിക്കാകുമ്പോൾ കുഴപ്പമില്ല, കിടക്കുന്ന നക്ഷത്രം വേണം. മഴയുടെ ഉള്ളിൽ മൊത്തം വെള്ളമാകുന്നുണ്ട്. മഴ വീണാൻ മറ്റേ ഓരോ ഷെഡ് സംഭവം. അപ്പൊ ഞാൻ മറ്റേ അവരെ വിളിക്കുന്നതിനകത്ത് ഇവര് പിന്നെ ഇതിന് പാലക്കാട് പോയിട്ട് വിളിച്ചിട്ട് വന്നു. ഇവിടെ തന്നെ വന്നിട്ട് മറ്റേ തന്നെ ഇതൊന്നും ഭക്ഷണം വെക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഞങ്ങൾ മറ്റേ ഹോട്ടലിൽ നിന്ന് ദോശ കഴിച്ച് 2 ദിവസം ഞാൻ സമീപിച്ചു. എന്നിട്ട് ഇനിയിപ്പോ കുഴപ്പമില്ല, ഇനിയിപ്പോ ഇവിടെ താമസിക്കാം. ട്രീറ്റ്മെന്റിന് പോകും. ചാലക്കുടിയിലെ ഡോക്ടർ സംഗീത് സാറാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ സാലെടുത്ത് പോയ ശേഷം മാറ്റം നിന്ന് അരങ്ങും കണ്ടു തുടങ്ങിയത്. അപ്പൊ എന്തായാലും നമ്മള് തിരിച്ചൊരു 10 ദിവസം ഇരുന്നിട്ട് പാല് കാച്ചിൽ കഴിഞ്ഞ് വീട് അടച്ചിടാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പോകും. ട്രീറ്റ്മെന്റ് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം, വീട്ടിനേക്കാളും വലിയൊരു കാര്യം ഇവിടെ നിൽക്കുക, ഇവിടെ സ്വന്തമായ കാര്യം ചെയ്യുക എന്നതാണ്. നമ്മുടെ കാലശേഷം ഇവിടെ ഓക്കെ ആവണ്ടേ. അപ്പൊ ഈ ട്രീറ്റ്മെന്റ് നമുക്ക് അത്യാവശ്യമാണ്. അവളുടെ ജീവിതം തന്നെ വഴിത്തിരിവാത്ത ഒരു ഇതാണത്. ഞങ്ങൾ പോകും. ജനിച്ചപ്പോ 8ാം മാസം ജനിച്ചതാണ്. കണ്ണിൽ തിമിരം വന്ന് ലെൻസ് ഒക്കെ എടുത്തതാണ്. ഇങ്ങനെ അപ്പൊ ഈ 1400 വെയിറ്റ് ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ. അപ്പൊ ഇങ്ങനെ ആശുപത്രിയിലേക്ക് പോകും, അതും ഇതൊക്കെ ആവുമ്പോ ഇവിടെ ഓക്കെ ആവും വെയിറ്റ് ഇല്ലാത്തത് കാരണമല്ലേ എന്നാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷെ അത് സെർബൽ പൾസിലേക്കാണ് അങ്ങോട്ടേക്കും മാറിപ്പോയത്. അപ്പൊ നമ്മൾ എവിടെ പോയാലും ബ്രെയിൻ ഡാമേജ് ആണ്. ഇത് നടക്കില്ല, ഇനിയും താഴേക്ക് പോകണം, എനിക്ക് വരേണ്ട ഒരു സാധ്യതയില്ല എന്നല്ലാതെ കുട്ടി ഓക്കെ ആവും അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ ട്രീറ്റ്മെന്റിലാണ് അത്യാവശ്യം മാറ്റങ്ങളൊക്കെ വന്നതും ഇവിടെ ഇതെല്ലായിരുന്നു. ഇത് പകുതി ഉണ്ടായിരുന്നുള്ളൂ. നന്നായി മെലിഞ്ഞ് കാഴ്ചയും കമ്മിയായിരുന്നു. ഇത് മാത്രം നന്നായി കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ മറിഞ്ഞ് പോവുകയായിരുന്നു. അതുപോലെ ഈ വയറൊക്കെ ഇങ്ങനെ ചാടി ഇങ്ങനെ കുടുങ്ങി ഒരു എന്തോ പറയും പോലെ. അതുപോലെ കാലൊക്കെ നല്ല മെലിഞ്ഞ കാലായിരുന്നു. ചോദിച്ചൊക്കെ ഇങ്ങനെ മാത്രമില്ല, ഇങ്ങനെ നന്നായി മെലിഞ്ഞൊരു ഇതായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവിടെ നടത്തില്ല. കണ്ണിന് മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാം കഴുത്താണെങ്കിലും പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാനും അത് പ്രതികരിക്കാനും നല്ലതാണെങ്കിൽ ആ രീതിക്ക് എടുക്കാനും. ഇനിയിപ്പോ അവിടെ ചീത്ത പറഞ്ഞ നമ്മള് കാര്യമായിട്ടൊക്കെ ചീത്ത പറഞ്ഞാൽ അതിന് വിഷമിക്കും, തമാശക്ക് പറഞ്ഞ ആ രീതിക്ക് എടുക്കും. പിന്നെ അവിടെ നിന്നിപ്പോ അവളുടെ ചില കാര്യങ്ങളൊക്കെ പറയാനും തുടങ്ങിയിട്ടുണ്ട്. വിശക്കുമ്പോ ഇങ്ങനെ വയറാക്കും ചെയ്യുമെന്ന് പറയും. അങ്ങനെ സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ അവൾക്ക് എങ്ങനെ കൊടുക്കാൻ പറഞ്ഞാൽ അവള് പറയും ചേച്ചി ചായ തന്നിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും.
ഇതിപ്പോ ഉറക്കത്തിന്റെയാണ്. ഈ മോള് പാട്ടൊക്കെ കേൾക്കും കൂടുതലായിട്ട്? പാട്ടിന്റെ പാട്ട് മറ്റേ കാപ്പിന്റെ അത് കൂടെ ഇവിടെ അത് യൂട്യൂബിൽ കേൾക്കും. മുന്നേ കാക്ക എന്നൊക്കെ രണ്ടുപേരും പാടിയതൊക്കെ ആയിരുന്നു, അത്രേ പറയും. അങ്ങനെ അത് ഭയങ്കര ഇഷ്ടമാണ് കാക്കന്റെ പാട്ട്. അത് ചോദിക്കും. അപ്പൊ നമ്മളിങ്ങനെ TV ഓൺ ചെയ്യുമ്പോ അച്ഛനും ഞാനൊക്കെ സിനിമയൊക്കെ കാണാൻ ഓൺ ചെയ്തു അതിന്റെ അടുത്തിരിക്കുകയാണെങ്കിൽ അമ്മ കാക്ക ചേച്ചി എന്താ പറയില്ല, അമ്മ കാക്ക 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 എന്ന് പറയും. പിന്നെ അവൾക്ക് നമ്മള് TV ഓൺ ചെയ്താൽ കാക്ക കാണാൻ അറിയാം, അതുപോലെ ഫോൺ കൊടുത്താലും കാക്ക കാണാൻ അറിയാം. ഇപ്പൊ മോൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 വയസ്സൊക്കെ കഴിഞ്ഞു. അമ്മ അച്ഛനൊക്കെ പറയണത് 5 വയസ്സൊക്കെ കഴിഞ്ഞു. അപ്പൊ ചെറിയ വാക്കുകൾ നമുക്ക് കറക്റ്റായിട്ട് 2 വാക്കൊക്കെ കൂടുമ്പോൾ ഇപ്പം അച്ഛന്ന് പറയണ മുന്നേ അപ്പ എന്ന് പറയും, ചേച്ചി ഒന്നും അങ്ങനെ പറയാൻ കിട്ടില്ല. അമ്മ എന്ന് പറയാൻ അമ്മ എന്ന് പറയും. പിന്നെ എന്നെ മുന്നോച്ചി അങ്ങനെയൊക്കെയായിരുന്നു വരുന്നത്. അങ്ങനെ ചായ അതും അങ്ങനെ ചായ എന്നുള്ളത് കൂടുതൽ പറയായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് കുറച്ചിങ്ങനെ നമ്മളെ സംസാരിച്ചത്. അതുപോലെ അവളുടെ രീതിക്ക് പറയും. നമ്മളൊന്ന് കുറച്ചൊന്ന് ഒന്നുകൂടി കേൾക്കുമ്പോൾ നമുക്ക് നന്നായി ശ്രദ്ധിച്ച് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിക്കായിട്ടില്ല, എല്ലാം മനസ്സിലായില്ലെങ്കിലും ഇടയിൽ ചില വാക്കുകൾ പറയാം. അപ്പൊ നമ്മളിങ്ങനെ കൂട്ടി യോജിച്ച് മനസ്സിലാക്കും. കൂടുതലും അച്ഛൻ്റെ അടുത്താണോ മോള് നിൽക്കാറ്? മറ്റേ എന്നെ കണ്ടുവന്ന സ്നേഹം കൂടുതലുണ്ട്. കുറെ ഞാൻ അവിടെ ഇല്ല, നമുക്ക് സ്നേഹം പിന്നെ ഇതാകുമ്പോൾ ആൾക്ക് അച്ചാച്ച വിളിക്കും. എന്നെ കൂടുതലും അച്ചാജി അങ്ങനെ അച്ചാജി വാടി അങ്ങനെയൊക്കെ പറയും. അച്ഛനോടാണ് അച്ഛൻ വരാണ്ടിരിക്കുമ്പോ പറയും അച്ഛന് ഇത്തല്ല എന്ന് പറയും. കൂടുതല് ആള് വീട്ടിലെല്ലാവരെക്കാളും കൂടുതൽ അച്ഛനോടാണ്. നമ്മളോടൊക്കെ ഉണ്ട്, എന്നാലും ഒരു സ്നേഹം ഒരുപടി കൂടുതൽ അച്ഛനോട് തന്നെയാണ്. ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോ അച്ഛൻ ചോദിക്കും ചേച്ചി ചായ തന്ന ആരെങ്കിലും ചേച്ചി തന്ന, അപ്പൊ അവളുടേതായിട്ടുള്ള ഇതിൽ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ചേച്ചി ചായ കുടിക്കാനേ വന്നിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അച്ഛനോടാണ് പരാതിപ്പെട്ടി മുഴുവൻ തുറക്കുക. അച്ഛന് എന്തോ പറയാറ് എന്നാലും മോള് കാപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അച്ഛൻ കരയും. അല്ല, അച്ഛന്റെ ഈ വീഡിയോസ് ഒക്കെ കണ്ടുകഴിയുമ്പോഴേ അതിൻ്റെ അകത്താണെങ്കിലും അച്ഛന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അത് അച്ഛനും അതുപോലെ വീട്ടിലെല്ലാവർക്കും അച്ഛനായിട്ടുണ്ടായിരിക്കാം. എന്താണ് പാപ്പി പറയാറ് അച്ഛൻ്റെ അടുത്ത് കൂടുതലും ഈ പരാതികളായിട്ട്? പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ പുറത്തൊന്ന് എടുത്ത് നടക്കുകയാണെങ്കിലും അത്രയും സന്തോഷം. പുറത്ത് പോയി ഒരു ചായ മതി, അതിൽ കൂടുതൽ അവർക്കൊന്നും വേണ്ട. പക്ഷെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. എവിടെയെങ്കിലും വണ്ടിയൊക്കെ നിർത്തുകയൊക്കെ ചെയ്താൽ അപ്പൊ ദേഷ്യം വരും. അങ്ങനെ ചായ ചിലപ്പോൾ ഉഴുന്നുകടയും വേണ്ട, ചായ മാത്രം മതി. ഇങ്ങനെ പുറത്തൊക്കെ പോയി എല്ലാം കണ്ട് നടന്നു പോകാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ വണ്ടിയിൽ പോകാനും അങ്ങനെ ടാറ്റ എന്ന് പറയും. കുറെ ദിവസം നമ്മളെ കൊണ്ടുപോയില്ലെങ്കിൽ പറയും അമ്മ ടാറ്റ അച്ഛാ ടാറ്റ അങ്ങനെ പറയും. ഇപ്പൊ ഞങ്ങൾ ഒരു ഓട്ടോ എടുത്തിട്ട് വെറുതെ ഒരു റൗണ്ട് ഒരു 150 രൂപ ഓട്ടോയ്ക്ക് കൊടുത്ത് വെറുതെ കറങ്ങിയിട്ട് വരും. ഒരു ചായ നടന്ന് പോകാൻ പറ്റും. അങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പൊ ഇവിടെ വണ്ടിയിലും നടക്കുകയും ചാലക്കുടിയിലാണ്. അടുത്തൊക്കെ ആണെങ്കിൽ നടന്നു പോകും, അല്ലെങ്കിൽ നമ്മളെ വണ്ടിയിൽ നടന്നൊക്കെ കാഴ്ചയൊക്കെ കണ്ടുപോകാനാണ് ആൾക്ക് കൂടുതലും ഇഷ്ടം. എടുത്തിട്ട് പോകുമല്ലോ, ഇങ്ങനെ പോയി കൈ വീശി ഇങ്ങനെ ആക്കിയിട്ട് പോകും. ഒരു പ്രത്യേക സന്തോഷമാണ് അവർക്ക്. അത് ചാറ്റയൊക്കെ പോലെ വന്ന് ആരാണോ കൊണ്ടുപോയാൽ ആളെ കെട്ടിപ്പിടിച്ചൊരു മോള് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ആളോട് ഭയങ്കര സ്നേഹമായിരിക്കും. അതാണ് അച്ഛനോട് ഞാനാവുമ്പോ കുറച്ചു ദൂരം പോയി അയ്യോ നടുവേദന അതല്ല, അവളെന്തെങ്കിലും ചെയ്താലും അച്ഛനോ ചീത്തൊന്നും പറയില്ല. ഇപ്പൊ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചാലും നമ്മൾ പറയും പാപ്പി അത് ചെയ്യണ്ട, അപ്പൊ അവർക്ക് നമ്മളോടൊരു ദേഷ്യം തോന്നും. പക്ഷെ അച്ഛൻ അങ്ങനെയൊന്നും പറയില്ല, അച്ഛൻ പ്രോത്സാഹിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് അച്ഛനെ ഭയങ്കര സപ്പോർട്ടായിട്ട് എടുക്കും. അച്ഛൻ ഈ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും മോളുടെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയാ മോള് തിരിച്ചു? കാരണം ഇവരെ പറഞ്ഞു ഏറ്റവും കൂടുതൽ സ്നേഹം അച്ഛനോടാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. വിളിച്ചു പറയും ആ പൊന്തി എഴുതിക്കും കുഴപ്പമില്ലാവർക്കും ഒരു സന്തോഷം. പെട്ടെന്ന് ഒരു മനുഷ്യനിക്കുള്ള എന്ത് ചെയ്യണമെന്നൊരു
അപ്പൊ അങ്ങോട്ട് എപ്പോഴാ ചെല്ലാറ്? അവിടെ പറഞ്ഞാൽ മറ്റേ നമ്മൾ വീട് കെട്ടിയാലും ഇവിടെ വന്നു അവിടെ ഉണ്ടാവാറുണ്ട്. അതാണോ ഈ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേന് അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? എനിക്ക് പറഞ്ഞാൽ പാട്ട് പപ്പി എപ്പോ വിളിച്ചാലും അച്ഛനോട് എത്തും എപ്പോഴും. കാരണം വീഡിയോസിലൊക്കെ ആണെങ്കിലും അച്ഛൻ മോളെ തോളത്തിട്ടുണ്ട് നടന്നു പോണ പല വീഡിയോസും കാണാറുണ്ട്. ഒരു കയ്യില് മോളെയും പിടിക്കും, ഒരു കയ്യില് പാപ്പീനെയും പിടിക്കും. ഞാൻ വല്ലപ്പോഴും പോകാറുള്ളൂ. ഇവരുടെ കൂട്ടത്തിൽ നമ്മളെ നിൽക്കില്ല. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും പുറത്താണ്. ഇവർക്കും വേണ്ടെന്നേ പറയുള്ളൂ. ഇവർക്ക് മാത്രം പോണം. അതാണ് അവർക്ക്. നമ്മളെ തന്നെ പോകാറില്ല. ചേച്ചി വരണ്ടെന്ന് പറഞ്ഞ് തള്ളി വിടും. ആ ചേച്ചി പോടി എന്ന് പറയും. പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോകുമ്പോ ചേച്ചി പോടി എന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ട്. അന്നേരം എവിടെയൊക്കെ പോകാറുണ്ട് മോളെ കൊണ്ട്? എവിടെയൊക്കെ ബീച്ചിലൊക്കെ പോകുമ്പോൾ പരിമിതികളുണ്ട്. നമ്മളും കൂലിപ്പണിയാണ്, അന്നനാടം കഴിയുന്ന വ്യക്തികളാണ്. അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ടുപോകുന്നതിനും ഒരു പരിമിതി ഉണ്ടല്ലോ. ഇപ്പൊ അടുത്തുള്ള അമ്പലത്തിലോ ഒരു ചായക്കടയിലോ അല്ലെങ്കിൽ റൗണ്ട് അടിക്കോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു ബീച്ചിൽ കടലൊക്കെ ഭയങ്കര ഇഷ്ടം. വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. വെള്ളത്തിൽ പിന്നെ കീഴിൽ എങ്ങനെ ഇരുന്ന് കളിക്കും. ഇപ്പൊ ഈ ട്രീറ്റ്മെന്റ് തുടങ്ങിയതിന് ശേഷമാണോ പതുക്കെ പാപ്പീനെ നടത്താനൊക്കെ ആയിട്ട് ശ്രമിച്ചു തുടങ്ങിയത്? 2 വർഷമായിട്ടുണ്ടോ പാപ്പി നല്ല മാറ്റവും ഇതൊക്കെ. ആദ്യം പറഞ്ഞ പാപ്പി ഒന്നും ഇരിക്കില്ലായിരുന്നു. ഇരിക്കും ഇങ്ങനെ ചരിഞ്ഞ് ഒരു നടുവ് നിവർന്നിരിക്കില്ല. നടുവ് ഇങ്ങനെ വളഞ്ഞിട്ട് എവിടെയെങ്കിലും വെള്ളത്തിൽ പിടിച്ചിരിക്കില്ല. ഇപ്പൊ താഴെയാണെങ്കിലും നമ്മളപ്പോ വിചാരിക്കും ഇവള് സ്വന്തമായിട്ടിരിക്കാന്ന്. പക്ഷെ ഇവള് ഈ ചെയറിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ കിടക്കാണ്. അതില് പിടിച്ച് ഇരിക്കാണ്. നമ്മള് വിചാരിക്കണം അവള് ഇരിക്കണ്ടെന്നാണ്. അതിന്റെ ഒരു ഇതില് പിടിച്ചിരിക്കായിരുന്നു. അച്ഛാ, ഇപ്പൊ ഈ ട്രീറ്റ്മെന്റ് തുടങ്ങിയതിന് ശേഷം മോൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? മോൾക്ക് പറഞ്ഞാൽ ഇപ്പൊ ആളുകൾ വന്നു പറഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി ഉണ്ടല്ലോ. അപ്പൊ ഞാനങ്ങനെ ചോദിച്ചാൽ അമ്മേനെ അടുത്ത് വരുമ്പോൾ ആദ്യമൊന്നും അറിയില്ല. ആദ്യം അടുത്തൊന്നും അറിയില്ല. അപ്പൊ നമ്മളെപ്പോൾ ഇങ്ങനെ അടുത്ത് വന്നേരം അച്ഛ അമ്മ പറയും. പിന്നെ അതിന് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ദേവസ്വം അവിടെ കൊണ്ടിട്ട് ഇത് പറഞ്ഞ അവർക്ക് പ്രതികരിക്കുന്നു. ദേവസ്വം കഴിയുന്നുണ്ട്. സന്തോഷമാണെങ്കിൽ സന്തോഷിക്കുക. ഈ ദേഷ്യം വരുമ്പോഴത്തേന് അച്ഛനെ ഉപദ്രവിക്കാറുണ്ടോ? ഇല്ല, എന്നെ എപ്പോഴും അവള് ഉപദ്രവിക്കാൻ ചെവിയിൽ ഇങ്ങനെ കുറിച്ച് വലിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ എല്ലാവരുടെയും ചെയ്യില്ല. അപ്പം അത്രയും അച്ഛനെ എപ്പോഴും ഇങ്ങനെ ചെവിയിലെ പിടിച്ച് വലിക്കും. എന്നെ വല്ലപ്പോഴും കയ്യിലെ പിടിച്ചും. അമ്മനെ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അവൾ അത്രയും ഇതായിട്ട് പുറത്തത്തെ ആരും ഒന്നും ചെയ്യില്ല. അവൾക്ക് ഉമ്മ മാത്രമേ കൊടുക്കുള്ളൂ. അതും അത്രയും അറിയണവര് അവളുടെ കൂടെ നിൽക്കും. അങ്ങനെയുള്ളവരെ മാത്രം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. അല്ലാത്തവരെ അടുത്ത് കുറച്ചു നേരം ഇരിക്കും. മുന്നൊക്കെ ആര് വന്നാലും കരയായിരുന്നു. വീട്ടില് ആര് വന്നാലും ഇങ്ങനെ ഇവൾക്കൊരു പേടി പോലെയായിരുന്നു. കാരണം അവരടുത്തത് ചോദിക്കാൻ പോണ കാര്യം എന്തോ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവൾക്കത് ഇഷ്ടമാകാത്തതുകൊണ്ടായിരിക്കും നമ്മൾക്കറിയാം. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ വന്നു എന്ന് വെച്ചാൽ സന്തോഷിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇപ്പൊ നേരത്തെ മോൾക്കെന്ന് പറഞ്ഞിട്ട് വീട്ടിലൊരു എന്തെങ്കിലും ഒരു പാത്രം വീഴുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പേടിച്ച് പനി വരുമെന്ന് ഞെട്ടുമായിരുന്നു അവള്. എന്ത് ചെറിയൊരു ശബ്ദം കേട്ടാലും പെട്ടെന്ന് ഞെട്ടും. ഇപ്പൊ അങ്ങനെ ഞെട്ടാറില്ല. നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കറിയാം. അപ്പൊ നമ്മളിങ്ങനെ തൊട്ടാൽ മതി. അപ്പൊ ഇങ്ങനെ ഒറ്റ ഞെട്ടും. എന്നിട്ട് ചിലപ്പോ പനിയൊക്കെ വരാറ്. എന്ത് ചെറിയൊരു ശബ്ദമാണെങ്കിലും മതി. ഇങ്ങനെ തൊടുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും വീണാലും പെട്ടെന്ന് ഒരാൾ വന്ന് സംസാരിക്കുമ്പോഴും അപ്പോഴൊക്കെ ഇങ്ങനെ ആക്കി നിൽക്കും. അങ്ങനെ പനിയൊക്കെ വരാറുണ്ട്. ഇപ്പൊ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ പേടിക്കാറൊന്നുമില്ല. ഇപ്പൊ പടക്കം പൊട്ടുമ്പോ പോലും അവിടെ നിന്ന് ടേ എന്ന് പറയണ സന്തോഷമാണ്. അച്ഛൻ മോക്ക് പാട്ടൊക്കെ പാടി കൊടുക്കാറുണ്ടോ? ഞാൻ പാടുന്നപ്പോ അവൾക്ക് മൊബൈൽ പാട്ട് കൊടുക്കും. ടി വി കാണും. അപ്പൊ ഇതിന്റെ അകത്ത് പറഞ്ഞാൽ നിങ്ങളൊരു വീഡിയോ ഉണ്ടായിരുന്നു. മോള് അച്ഛനൊരു വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. ഒരു റിയാക്ഷൻ വീഡിയോ ഉണ്ട്. ആ കിറ്റും വെച്ചിട്ട് നേരെ വന്നു കഴിയുമ്പോഴത്തേനും മോളൊരു വീഡിയോ കാണിച്ചു കഴിയുമ്പോഴത്തേനും അച്ഛനത് പിടിച്ചോണ്ട് കുറച്ചേരം അല്ല, അത് ഇവരുടെ ഒരു കല്യാണത്തിന്റെ ഒരു ഫോട്ടോ, അതായത് അച്ഛനും അമ്മേന്റെയും ഇപ്പോഴത്തെ ഫോട്ടോ അത് ചെറുതായിട്ടൊന്ന് റീക്രിയേറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അതിങ്ങനെ വീഡിയോ ഇട്ടപ്പോ യൂട്യൂബില് അപ്പൊ ഞാൻ വിചാരിച്ചു അച്ഛൻ വരുമ്പോ കാണിച്ചു കൊടുക്കുക, അച്ഛന്റെ റിയാക്ഷൻ നോക്കാം. അച്ഛൻ ഇങ്ങനെ കേറി അതിലിങ്ങനെ നോക്കി നോക്കുമ്പോഴേക്കും ഇവിടെ നിറയെ സ്വർണ്ണം ഞാനും മൊത്തം മാറി. അപ്പൊ നമുക്ക് പെട്ടെന്നൊരു റിയാക്ഷൻ ഉണ്ടാവട്ടെ. അപ്പൊ ഞാൻ കണ്ടിട്ടാണ്ടിരുന്നു. അത്രയാണ് വീഡിയോ എടുക്കുമ്പോൾ എനിക്കറിയില്ല. അമ്മ മാറി നിന്ന് വീഡിയോ എടുക്കായിരുന്നു.
ഇങ്ങനെ കണ്ടിരുന്നു. അല്ല, ആളുകൾ ആ ഫോട്ടോ കണ്ട ചോദിക്കേ കല്യാണം ഫോട്ടോ ഈ സോഫ ഉണ്ടെങ്കിൽ ഞാൻ എന്നെ രക്ഷപ്പെട്ടേ ചോദിക്കും, ഇതാണോ കല്യാണ ഫോട്ടോ? അപ്പൊ നമ്മൾ റീക്രിയേറ്റ് ചെയ്താണ്. ഇതുണ്ടെങ്കിൽ നമ്മളെപ്പോഴും രക്ഷപ്പെട്ടേനെ. അതില് ഏകദേശം ഒരു 100 പവനെങ്കിലും ഉണ്ട്. ഇപ്പൊ അങ്ങനെ ഉണ്ടല്ലോ, റീക്രിയേറ്റ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാം ഐഡി ചെയ്തു തന്നതായിരുന്നു, ഒരു കൊളാബ് അയച്ചു തന്നപ്പോ അത് ചെയ്തതായിരുന്നു. ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നതായിരുന്നു. നിങ്ങളുടെ കല്യാണ ഫോട്ടോ എങ്ങനെ ഇരുന്നത് ഈ ആണ് എങ്ങനെ ആയി ചോദിക്കുക. അതുണ്ടെങ്കിൽ ഞങ്ങൾ എന്നെ രക്ഷപ്പെട്ടു. തല മാത്രം നമ്മള് നമ്മളേ ഉള്ളൂ, ബാക്കി വേറെ ആരുമാണ്. പക്ഷെ അമ്മയ്ക്ക് അതുപോലെ മെലിഞ്ഞൊരു ഇത് തന്നെയായിരുന്നു കൊണ്ട് അമ്മയ്ക്ക് വലിയ മാറ്റം. അമ്മ എപ്പോഴും മെലിഞ്ഞിട്ടാണ്. ആ ഫോട്ടോയിലും അവര് മെലിഞ്ഞായതുകൊണ്ട് വലിയതൊന്നും. പക്ഷെ ആളെ കുറച്ച് അത്യാവശ്യത്തിന് തടിയുണ്ട്. അതിന്റെ അച്ഛൻ തടിയില്ല. അപ്പൊ പിന്നെ ആരും ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് ചോദിക്കണം നിങ്ങളുടെ ഫോട്ടോ ആണോ എന്നായിരിക്കും. ഇവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, സ്വന്തക്കാരുണ്ട്. ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? സപ്പോർട്ടോട് ഞങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസമല്ല, എന്നിട്ട് എനിക്ക് മെയിൻ കൊണ്ട് നമ്മൾ തൊട്ടപ്പെടുത്ത ഒരു വീട്ടിൽ ചേട്ടൻ മല്ലിയേട്ടൻ പറയുന്നുണ്ടോ, ആളെ പറഞ്ഞ ഞങ്ങൾ എന്തപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസം തന്നെ ആയിട്ടില്ല. ആള് എന്ത് വേണമെങ്കിലും ഏത് നമുക്ക് ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ ആളുടെ വീട്ടിൻ്റെ വീട്ടിലെ ഫംഗ്ഷനൊക്കെ നടത്തുന്നത് ചേച്ചി നല്ല സപ്പോർട്ടും പിന്നെ കുട്ടിയുടെ അവരുടെ സപ്പോർട്ടും പിന്നെ കുറച്ച് അപ്പുറത്തുണ്ട്, പിന്നെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഓലപ്പേരയിലായിരുന്നു. കിടന്നിട്ട് മേളിലേക്ക് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് മാനം കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഈ സമയത്ത് സ്വന്തക്കാരൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യില്ല, നമുക്ക് സുഖമല്ലോ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നൂടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നോ? ഇല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മളെന്നെ അവിടെ ഇരുന്ന് ഇപ്പൊ ഇങ്ങനെ വീടൊക്കെ ആയി. അല്ല, അങ്ങനെ എന്തെങ്കിലും അവരോട് സംസാരിക്കുമോ? ഇല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ മറ്റേ വീട്ടിൽ തറവാട് തൊട്ടപ്പുറം തന്നെയാണ്. അവിടെ നിന്ന് ഇരിക്കാന്നൊക്കെ പറയാൻ പറ്റും. ഞാനിപ്പോ ഇവർക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോ ഒരു മാസമായിട്ട് ഇവിടെയാണല്ലോ. അപ്പൊ ഞാൻ പിന്നെ ഭക്ഷണം ഫുള്ള് നടന്ന് കഴിച്ചിട്ട് ഞാൻ കഴിച്ച് പോകാം. ഈ വീട് പണിയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? 2 വർഷമായി നമ്മൾ. ഇപ്പോഴാണ് മറ്റേ നമുക്ക് മറ്റേ ഈ ഇതെങ്ങനെ നമ്മള് നേരെ സ്ഥലം മേടിച്ച് അങ്ങനെ പണിതാണോ? ഇത് മറ്റേ പഞ്ചായത്തിന് മറ്റേ കിട്ടിയതാണ്. പിന്നെ ലൈഫ് ഇൻഷുറൻസിന്റെ ഇതായിരുന്നു. പക്ഷെ ഇതിനേക്കാൾ നമുക്ക് മറ്റേ കിട്ടുന്നതിനും നല്ല അർഹത ഇല്ലാത്ത ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അല്ല അർഹത ഉള്ളവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ മെമ്പറിനെയും ഇതൊക്കെ പറഞ്ഞിട്ട് പഞ്ചായത്തിന് കയറി വന്നിട്ട് നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഒരുപാട് ആൾക്കാരെ അതിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പാനക്കാട്ടിലെ ഒരു കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നോക്കിയിട്ട് പിന്നെ റെഡിയാക്കി സംഭവം ലൈഫ് ഇൻഷുറൻസ്. കാരണം ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ടും പഞ്ചായത്തുകാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ പാപ്പിക്ക് 10 വയസ്സായിരുന്നു. അവിടെ പറഞ്ഞാൽ 2 വയസ്സാകുമ്പോൾ നമുക്ക് ഒരു വയസ്സ് കഴിച്ചാൽ നമുക്ക് പാപ്പി ഇങ്ങനെയുള്ള കുട്ടിയാണെന്ന് അറിയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് മറ്റേ വീട്ടിൽ ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് ഒന്നും നടന്നിട്ടില്ല. നമ്മുടെ ഇങ്ങനെ ഒരുപാട് നമ്മുടെ കുറച്ച് വീഡിയോസ് പാലക്കാട്ടേക്കും അങ്ങനെ കുറച്ച് പുറത്തുള്ളവരാ. അപ്പൊ അങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ കിട്ടുന്നത്. അല്ല, ഈ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും പൊതുപ്രവർത്തകരോ കാര്യങ്ങളോ ആരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്തിനെങ്കിലും പോയ പെട്ടെന്ന് ചെയ്തു തരാം. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ ഫസ്റ്റ് തന്നെ ഒരു പരാതിയായിട്ടാണോ ചെന്നത്, അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിരുന്നോ? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത് 2 വർഷം എടുത്തു കൂടെ വീട് പണിത് തീർക്കാനായിട്ട്. എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടുകളായിരുന്നു ഈ വീട് പണിതുകൊണ്ടിരുന്നപ്പോൾ നേരിട്ടുകൊണ്ടിരുന്നത്? നമ്മൾ അസ്ഥിവാരം കെട്ടിയിട്ട് തന്നെ ആ ചേച്ചി അസ്ഥിവാരം കെട്ടിയിട്ട് എത്ര 6 മാസമൊക്കെ കഴിഞ്ഞു അടുത്ത സ്റ്റെപ്പിലേക്ക്. നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടോ അപ്പോൾ നമുക്കൊന്നും കാര്യമായിട്ട് വരുമാനം ഒന്നുമില്ല. അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ചുമര് വരിക, പിന്നെ സൺസൈഡിനും അങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ ഒരു 3 മാസം 6 മാസം അങ്ങനെ നിർത്തിയിട്ട് ചെയ്യും. ഞാൻ കോണ്ടാക്ട് കൊടുത്ത ആ ചേട്ടൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അയാളുടെ ഉണ്ടെങ്കിലും അയാൾ ചെയ്യും. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ കൊടുക്കും. പിന്നെ എൻ്റെ യൂട്യൂബ് ഞങ്ങളുടെ ഇവരുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിന് വേണ്ടിയിട്ട്. ഒരുപാട് ഏതൊക്കെ രീതിയിലായിരുന്നു വീട്ടിന് വേണ്ട കാര്യങ്ങൾ ഇന്നത് ചെയ്യുന്ന ഒരാളെ സ്പോൺസർ ആയിട്ടാണ് നമ്മൾ പണിയൊക്കെ നമ്മൾ ചെയ്ത്